ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ കുടുക്ക കേട്ടോ. ഇതെൻ്റെ മോളുടെ കുടുക്ക കേട്ടോ. അവൾ ഇങ്ങനെ സമ്പാദിച്ച് വെച്ചത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ വേണ്ടി ഫുള്ളും നിറഞ്ഞിട്ടുണ്ട്. അവൾ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് സമ്പാദിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കുന്നതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥയൊക്കെ വേണേൽ പറഞ്ഞുതരാം. സ്പെഷ്യലായിട്ട് ഞാനങ്ങ് പറയാമല്ലേ. മക്കത്ത് പോകാൻ വേണ്ടിയിട്ട്, അതായത് ഉമ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവളായിട്ട് സമ്പാദിച്ച് വെച്ചിരുന്ന ഈ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് വേറൊരാൾക്ക്, നമ്മുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് തന്നെ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഈ ഒരു ഐറ്റം. ഇനി അത് പൊട്ടിക്കും. അത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ വീഡിയോ എടുത്ത് കറക്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ നിന്ന കൊടുത്ത് ചുമ്മാ അങ്ങ് കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടൺ എന്താ പറയുക ചുരിദാറുമായിട്ടാണ്. സൂപ്പറായിട്ടുള്ള കോട്ടൺ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? എന്നെപ്പോലുള്ള, അതായത് എന്നെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കുമല്ലോ. കോട്ടനെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ആയിരിക്കും എല്ലാ ലേഡീസും അല്ലേ? കാരണം ഇടാനുള്ള സുഖം. പിന്നെന്ന് പറയുന്നത് ചിലർ ചിന്തിക്കുകയോ പെട്ടെന്നത് കോട്ടൺ ആകുമ്പോൾ നശിച്ച് പോകുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് എടുക്കാത്തവരും ഉണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ കെയർ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കോട്ടൺ എപ്പോഴായാലും നല്ലത് തന്നെ കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈലി പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാനങ്ങ് നശിപ്പിക്കും കേട്ടോ. കാരണം കോട്ടൺ ഇട്ടിട്ടിട്ട് ചപ്പാക്കും, അങ്ങനത്തെ ഒരു ശീലമുണ്ട്. പക്ഷേ ചിലരൊക്കെ നല്ലോണം സൂക്ഷിച്ച് വയ്ക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ഇരിക്കുന്ന കളറാണ്. അടുത്ത കളർ കാണിക്കാൻ ഞാൻ സ്പീഡിൽ കാണിച്ചു കേട്ടോ. എല്ലാം നല്ല കളേഴ്സാണ്. അടുത്തത് സൂപ്പർ കളർ കേട്ടോ. എനിക്ക് സത്യത്തിൽ ഏത് കളർ എടുത്തിടണമെന്ന് കൺഫ്യൂഷൻ അടിച്ചാൽ ഞാൻ നിന്നത്. കാരണം എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ്. കണ്ടോ ദുപ്പട്ട പഞ്ഞി പോലത്തെ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. കണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല ദുപ്പട്ട വിത്ത് നല്ല രീതിയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള ബോട്ടം. അടുത്തത് കണ്ടോ. അടുത്തത് രസമായിട്ടുള്ളൊരു കളറ്. നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാം നല്ലതാണ്. ഇത് ലാവണ്ടർ ഷെയ്ഡിനകത്ത് വരുന്നത്. ലാർജ് എക്സൽ. ലാർജ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ലൂസ് ഉണ്ട് കേട്ടോ. എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ലൂസായിരിക്കും. ശകലം ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ് പോയിരിക്കുന്നത്. കോട്ടൺ ആണല്ലോ, ഇനിയിപ്പം ഇത്തിരി ലൂസായിട്ടിരുന്നാലും നിങ്ങൾക്കൊന്ന് ഷേപ്പ് ചെയ്താൽ സെറ്റ് ആവുന്നതേ ഉള്ളൂ. നല്ല കളർ. ഇതൊക്കെ വെറൈറ്റി കളർ. അടുത്തത് നമ്മുടെ രസമായിട്ടുള്ള ഒരു ബ്ലൂ ആണേ. എല്ലാം ഈ വൈറ്റിനകത്ത് തന്നെ വരുന്നേക്കുന്നത്. ഒരുമാതിരി ഒരു ഓഫ് വൈറ്റ് ആണ്. എന്താ വിത്ത് നല്ല ദുപ്പട്ട. ചിലരൊക്കെ ഈ പർദ്ദയ്ക്ക് അടിയിലിടാൻ പോലും ഇങ്ങനത്തെ കോട്ടൺ ചുരിദാറുകൾ സെലക്ട് ചെയ്യാറുണ്ട്. കാരണം ചൂടെടുക്കാത്ത ഒരു കാരണത്താൽ. എനിക്ക് തോന്നുന്നു പർദ്ദ ഇടുന്നവർക്കൊക്കെ വേണമെങ്കിലും പർദ്ദയ്ക്ക് അടിയിൽ പോലും ഇതുപോലത്തെ കോട്ടൺസ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇടാം. കാരണം നിങ്ങൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകുന്ന പർദ്ദ ഊരി മാറ്റിയിട്ട് അകത്തുള്ള ഡ്രസ്സാണല്ലോ കൂടുതൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇത് രസമായിരിക്കും. അടുത്തത് കണ്ടോ. അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വിത്ത് ദുപ്പട്ട ആൻഡ് ബോട്ടം. എന്താ രസമല്ലേ? എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചം. അടുത്തത് കണ്ടോ. ഗ്രേ ആണ്. നല്ല ഗ്രേ കണ്ടോ. സ്റ്റൈലൻ ഗ്രേ വിത്ത് ബോട്ടം. സ്മാള് കാണും ഇതിനകത്ത്. ലാർജ് മീഡിയം ഒക്കെ കാണും കേട്ടോ. അതുപോലെ 3XL എനിക്ക് തോന്നുന്നു 5XL കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്ക്. 5 വരെ കാണുമായിരിക്കും. അടുത്തത് ലാസ്റ്റ് കളർ. ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുന്ന നല്ല ഷെയ്ഡ് കേട്ടോ. സ്റ്റൈലൻ ഷെയ്ഡ്. കോട്ടൻ്റെ ഭയങ്കര കളക്ഷൻസ് കേട്ടോ എൻ്റെ ഷോപ്പിൽ. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, എനിക്ക് ഗോഡൗണിൽ നിന്ന് കൂടെ എടുത്തുകൊണ്ട് കാണിക്കാൻ പറഞ്ഞ് എൻ്റെ പിള്ളേർ അന്നേരം തന്നെ പോയി ഗോഡൗണിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരും. അതല്ല എൻ്റെ ഈ പുതിയ ഷോപ്പിലെ ഗോഡൗൺ കാണണ്ട. എൻ്റെ നിലവിൽ പണ്ട് നിങ്ങൾ വരത്തില്ലേ, ഓരോരുത്തരും വന്ന് ഗോഡൗൺ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ ഹോൾസെയിലൊക്കെയുള്ള. ആ ഗോഡൗണിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും അവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടുന്ന കളക്ഷൻസാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഗോഡൗൺ വിസിറ്റ് ചെയ്തവർക്കൊക്കെ അറിയാം. ഫുള്ളും ഐറ്റംസ് ആണ്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കാഷ്വൽസ് വെയറിൻ്റെ ആയാലും എല്ലാം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ടും കൊണ്ടുവരും. പക്ഷേ നിങ്ങളൊന്നും എടുക്കാതെ പോകരുത്. ഇവിടെ അത്രയും കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ കിട്ടാതെ വന്നാൽ ലാസ്റ്റ് താഴെ ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് പറയാം, ഞങ്ങൾ ഗോഡൗൺ ഒന്ന് വിസിറ്റ് ചെയ്യിക്കാം, ഗോഡൗണിലൂടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു 1099 പ്രൈസ് കേട്ടോ. 1099 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ എടുക്കാൻ ആഗ്രഹമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഷോപ്പ് വരുന്നത് കൊല്ലമയത്തിലും കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിലുമാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.